everyone, good morning. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലെ തൂരഹള്ളി എന്ന ഒരു കൊച്ചു ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. അധികം ഫേമസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഒന്നുമല്ല, ഇതൊരു കൊച്ചു റിസർവ് ഫോറസ്റ്റാണ്. അധികം അങ്ങനെ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല താനും. ബാംഗ്ലൂരിലെ മെയിൻ ടൂറിസ്റ്റ് സെൻ്ററായ നന്ദി ഹില്ല്, അവലപ്പെട്ട അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മാറി ഒരു കൊച്ച് അധികം ആരും കാണാത്ത, ആരും കേൾക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിന്ന് കാണാം. ശാന്തമായ അന്തരീക്ഷം. കിളികളുടെ സൗണ്ട് അല്ലാതെ വേറൊരു സൗണ്ടും കേൾക്കാനില്ല. ുള്ള കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ്. താഴെ ഒരു സൈഡിലാണെങ്കിൽ ബാംഗ്ലൂർ സിറ്റിയും, ഒരു സൈഡിലാണെങ്കിൽ മൈസൂരിൽ പോകുന്ന വഴി നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. നോർമലി എല്ലാവരും തന്നെ നന്ദി ഹില്ല്, അവലപ്പെട്ട, അങ്ങനെ ബാംഗ്ലൂരിൻ്റെ വെളിയിലോട്ടുള്ള സ്ഥലത്താണ് പോകുന്നത്. അതൊക്കെയാണ് മോസ്റ്റ്ലി ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. തൂരഹള്ളിയിൽ നിന്ന് അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല, എങ്കിലും ബാംഗ്ലൂർ അധികമൊന്നും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാതെ നമുക്ക് എത്താൻ പറ്റും. പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അലൗഡല്ല. നിങ്ങൾക്ക് സൈക്കിൾ റൈഡ് ചെയ്യാനാണെങ്കിൽ സൈക്കിൾ അകത്ത് നമുക്ക് ഉള്ളിൽ കൊണ്ടുവരാവുന്നതാണ്. ബൈക്ക്, കാറ് അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഈ ഫോറസ്റ്റിനുള്ളിൽ കയറ്റാൻ സാധിക്കുന്നതല്ല. ഇപ്പം നിങ്ങൾ കാറിലോ ബൈക്കിലോ വരുന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൽ പാർക്ക് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായി. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ക്ലൈമറ്റ്, നല്ല മേഘങ്ങളൊക്കെ മൂടി നിൽക്കുക.
കാലാവസ്ഥ, അങ്ങനെ ചൂടൊന്നുമില്ലാതാനും നല്ല കാറ്റും എല്ലാം കൊണ്ട് നല്ല ശുദ്ധവായു ശ്വസിച്ച് ബാംഗ്ലൂരിലെ പൊടികളിൽ നിന്നും എല്ലാത്തിൽ നിന്നൊരു മാറ്റം കിട്ടാൻ നല്ലൊരു എക്സ്പീരിയൻസാണ്. അതാണ് കെങ്കേരി സ്ഥലമാണ്. കെങ്കേരി മൈസൂർ ഏരിയയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ വഴി വേണം മൈസൂർക്ക് പോകാനുള്ളത്. മഴക്കാറൊക്കെ മാറി ചെറുതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഇവിടെ നിന്നും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. അന്നാണ് നമ്മളിപ്പോൾ മെയിൻ റോഡിലെത്തിയിരിക്കുകയാണ്. ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബൈക്കൊക്കെ എടുത്ത് ഇനി അടുത്ത ഓംകാർ ഹില്ലിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.